കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 13 വർഷാവാറായിട്ടോ. അതിൻ്റെ ഇടയില് വളരെ ചുരുക്കം സമയത്താണ് നമ്മള് മണ്ണമ്പേട്ടയില് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി നിക്കാറുള്ളത്. അങ്ങനെ പോയി വന്നാ തന്നെ ഒരു ചെറിയ മടിയൊക്കെ എവിടെയോ ഇങ്ങനെ തങ്ങി നിക്കുന്നുണ്ടാവും. കുറച്ച് ദിവസം വീട്ടില് അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ പണികളൊന്നും എടുക്കാണ്ട് നിന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടല്ലോ. കുറച്ച് ദിവസം എന്ന് പറയുമ്പോ നിങ്ങള് വിചാരിക്കും ഒരാഴ്ചയൊക്കെ ഉണ്ട് നിന്ന്. വെറും ഒരു ദിവസം 24 മണിക്കൂർ പോലും തികച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ട്ടോ. ഇന്നേ വരെ ഞാൻ 24 മണിക്കൂറിലും കൂടുതല് ശ്രീകുട്ടനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് മണ്ണമ്പേട്ടയിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം പോയി നിന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി നിന്നിട്ടേ ഇല്ല. കാരണങ്ങളുണ്ടല്ലോ നമുക്ക്. വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു ഭക്ഷണ പദാർത്ഥം പോലും ബാക്കി വെക്കാതെ അഥവാ ഭാഗ്യന് ഇവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യന് തിന്നാനുള്ളത് മാത്രമായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടാണ് പോകാറുള്ളത്. വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിവിടെ പ്രതീക്ഷിച്ചിരിക്കാൻ ആരുമില്ല, നമുക്ക് പ്രതീക്ഷിച്ച് വരാൻ ആരുമില്ല. അതൊരു തരത്തിൽ ഭാഗ്യമാണ്, കുറച്ചൊക്കെ സങ്കടം ഉണ്ടാക്കണ കാര്യമാണല്ലേ. വീട്ടിൽ നമ്മളെ കാത്തിരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ രാജാവും വേലക്കാരിയും ഒക്കെ ഞാനായതുകൊണ്ടും എനിക്കിതൊരു സ്വർഗ്ഗമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈഫ് നമ്മൾ പൊരുത്തപ്പെട്ട് പോയത് കൊണ്ടാവാം എനിക്കതൊക്കെ തന്നെയാണ് ഇഷ്ടം. ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഘോഷം ആക്കാറുണ്ട് കേട്ടോ. ആ വരുന്ന ദിവസങ്ങളൊക്കെ ഒരു അതിഥി ആഘോഷം. അങ്ങനെ ഞാൻ എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇതൊക്കെ അരിഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ നിങ്ങളോട് വർത്താനം പറയാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പയർ ഞാൻ ദാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പും ചക്കക്കുരും തക്കാളിയും മുരിങ്ങക്കായും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇല്ല, നമുക്ക് ഇരുമ്പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിലും മുളക്, നല്ല എരിവുള്ള മുളക് അത് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് സവോള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവോളയും വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണെരിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പിന്നെ പരിപ്പ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതില്ലാത്ത കാരണം കൊണ്ട് പരിപ്പ് മിക്കതും നമ്മുടെ വീട്ടിൽ കറിക്ക് എടുക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പ്രോട്ടീൻ റിച്ച് ആണ് പരിപ്പ് എന്നുണ്ടെന്നുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റ് കൂടുതലായ കാരണം കൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ട് കറി വയ്ക്കാറുണ്ട്. അന്ന് പരിപ്പില്ലാത്ത ദിവസങ്ങൾ മുന്നോട്ട് പോകാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പരിപ്പില് ചെറിയ ചെറിയ പ്രാണി വന്നപ്പോൾ നമ്മുടെ മുറത്തിലിട്ടിട്ട് നല്ല വെയിലത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്രാണി വന്നതൊക്കെ കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാ സാധനങ്ങളും കളയുന്ന ഒരാളല്ല. പറ്റാവുന്നതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ പരിപ്പിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളായിട്ടുള്ള ചക്കക്കുരുവിൻ്റെ കഷ്ണം, തക്കാളി, പിന്നെ പുളിക്ക് ഇരുമ്പമ്പുളി, മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കാൻ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നല്ല നാടൻ വെളിച്ചെണ്ണ. എന്തൊരു മണാന്നറിയൂടാ വെളിച്ചെണ്ണയുടെ. അതങ്ങനെ കുടിക്കാൻ തോന്നും. എനിക്ക് പണ്ട് തൊട്ടേ വെളിച്ചെണ്ണയൊക്കെ ഒരു ഭയങ്കര ഈ നാച്ചുറൽ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറയാറില്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിൽ വെച്ചിട്ട് കാലത്തിന് ഓയിൽ പുള്ളിങ് ചെയ്യാറുണ്ട് കേട്ടോ. കുടിക്കാൻ പറ്റാത്ത കാരണം ഡയറ്റില്ല കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കുടിച്ചാൽ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പയറൊന്ന് എന്താടാ തോരൻ അല്ല മെഴുക്ക് പുരട്ടി വെച്ചെടുക്കാം. നമുക്കിവിടെ എല്ലാം ഉപ്പേരിയാണേ. അപ്പം നമ്മൾ കുഞ്ഞുള്ളിയിലാണ് ചെയ്യാറുള്ളത്. കുഞ്ഞുള്ളി ആകുമ്പോഴേ നമ്മുടെ ശരീരത്തിലേക്ക് ഈ അയേണിൻ്റെ അബ്സോർപ്ഷൻ ധാരാളം നടക്കും. കുഞ്ഞുള്ളിയിൽ അയേൺ ഉണ്ടായിട്ടല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ബാക്കിയുള്ള ഫുഡിൽ അയേൺ അബ്സോർബ് ചെയ്യാനായിട്ട് ഇതിലത്തെ സൾഫറും അതുപോലെ തന്നെ മഗ്നീഷ്യം സഹായിക്കും എന്നാണ് പറയണത്. ഈ ഫുഡിൻ്റെ സയൻറ്റിഫിക് അറിയാണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അതോടൊപ്പം തന്നെ ഇടിച്ച മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് നന്നായിട്ട് മൂത്ത് ആ പച്ചമണം മാറി വരുമ്പോഴാണ് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പയറിട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ശരിയാക്കി എടുക്കും. മുളകും ഉപ്പൊക്കെ ഞാൻ ഇപ്പോൾ വളരെ കുറവിലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ കുറയ്ക്കണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ വെളിച്ചെണ്ണ ഗുഡ് ഫാറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്മാരൊക്കെ ഇത് കാണുന്നുണ്ട് വിചാരിക്കും, ശ്രീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ച് പറയണമെന്നല്ലേ. ഇപ്പോൾ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ശരിയാവുന്നേ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് അടച്ചു വെച്ച് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി മെഴുക്ക് വരട്ടി റെഡിയാവും. പണ്ട് ഒരു കറിയില്ലാത്തപ്പോൾ നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന ആ സ്പെഷ്യലായിട്ട് ഉണ്ടല്ലോ ഉള്ളിച്ചമ്മന്തി, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ആ ഉള്ളിച്ചമ്മന്തിയിലേക്ക് അല്ല പരിപ്പിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം പൊതിച്ചപ്പോൾ ഈ പൊങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊങ്ങ് അടിപൊളിയല്ലേ, നല്ലതാട്ടാ. അപ്പുവൻ ഭട്ടതിരി ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു, ബിജുപാൽ മ്യൂസിക് ചെയ്തിരിക്കുന്നു. ഈ സാധനമാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നതേ അപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ തിരക്കഥാകൃത്തുകളെ കുറിച്ചും പിന്നെ പിന്നണി പ്രവർത്തകരെ കുറിച്ചുള്ളതൊക്കെയാണ്. ആക്ച്വലി ആ മൂവി ഞാൻ യാദൃശികമായിട്ട് കാണാനിടയായതാണ്. അടിപൊളി മൂവിയാണ് കേട്ടോ. എൻ്റെ പൊന്നേ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണെടാ. എന്തുട്ടാ പിന്നെയും ജഗദീഷ് സാറിൻ്റെ ഒക്കെ. അങ്ങനെ നമ്മുടെ ഈ ഒരു പയറുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. പരിപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നാളികേരും പിന്നെ ജീരകവും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇത് പല ഫുഡുകളും നമ്മൾ അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പല വേറെ വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കണം. അതുപോലെ തന്നെയാണ് ഈ പരിപ്പും പയറൊക്കെ കേട്ടോ. ഇതിലുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇതുപോലെ തന്നെ വേറെ കുറേ ഫുഡിലുള്ള റൈസിലുള്ള കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ ഒക്കെ ഇൻടേക്ക് വരണം എന്നുണ്ടെങ്കിൽ വേറെ വല്ല സബ്സ്റ്റൻസ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരണം. അതൊരു സയൻസാണ് ഫുഡിൻ്റെ.
ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ ബിഎസ്സി നഴ്സിംഗിൽ ഫസ്റ്റ് ഇയറിലുണ്ടായ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് വായിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ പ്രതിഫലിക്കുന്നതാണ് നിങ്ങൾ ഈ വോയിസ് ഓവറിലൂടെ കേൾക്കുന്നത്. എന്തായാലും നല്ലതാണെടാ, ഹെൽത്തിയാണ്. കുറേ കാര്യങ്ങൾ അന്ന് പഠിച്ചത് ഒരു ബേസും ഇല്ലാണ്ട് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്നതൊക്കെ ബേസോട് കൂടെ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി അറിവോടെ എഴുതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ട്ടോ. അന്ന് റാങ്കൊക്കെ കിട്ടിപ്പോന്നത് വെറുതെ കുത്തിയിരുന്ന് പഠിച്ചതിന്റെ ഭാഗമായിട്ടാ, മനസ്സിലാക്കി പഠിച്ചതിന്റെ ഭാഗമായിട്ടല്ല. ഇന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും പഠിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം കൂടി നമ്മള് കുറച്ചും കൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നപ്പോ ഉള്ളിലൊക്കെ സൾഫർ ധാരാളം ഉണ്ട്. ഈ സൾഫർ ഉണ്ടെങ്കിൽ മാത്രമാണ് അയേൺ അബ്സോർബ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം റീസെന്റ്ലി പഠിച്ചതാ. ഇതിങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു പോകുന്നു തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ടോപ്പിക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉള്ളിയിൽ കുറച്ച് പുളിയും ഉപ്പും വേറൊന്നും വേണ്ടേ? പരിപ്പ് കറി ഒന്നും വേണ്ടേ? അരപ്പ് പരിപ്പിലൊഴിച്ച ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത്. പിന്നാലെ വന്നിട്ട് ഭാഗ്യൻ പരിപ്പ് അല്ല പയറ് മാത്രം എടുത്തോണ്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു പരിപ്പ് കറി വേണ്ടെന്ന്. അപ്പൊ പറയാ വേണ്ടാന്ന്. ആൾക്ക് എന്തെങ്കിലും ഒരു കറി കൂട്ടി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഉണ്ട് ട്ടോ. നമ്മളെല്ലാ കറികളും കൂട്ടിയാലല്ലേ നമുക്ക് അതിന്റേതായ രീതിയിലുള്ള പ്രോട്ടീനും സംഭവങ്ങളൊക്കെ ശരീരത്തിൽ എത്തുള്ളൂ. അപ്പൊ ആളെന്താ ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തത് മാത്രം കൂട്ടി ചിലപ്പോൾ ചോറുണ്ണും. ചിലപ്പോൾ ഒരു അച്ചാറ് മാത്രം കൂട്ടി ചോറുണ്ണും. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റേയില്ല. അങ്ങനെ നമ്മള് ആ പുളിയും മുളകും ഉപ്പും ഒക്കെ ഇട്ടുള്ളത് കൈകൊണ്ടൊന്ന് ഞെരടി എടുത്തപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ഷോർട്സ് ആക്കി ഇടാം ട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു നേരത്തെ ഫുഡ് ഇതാ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്ളോഗല്ല, കുഞ്ഞ് ഷോർട്സ് ആക്കി ഇടാടാ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല നിരുമ്പും പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കറിയും അതോടൊപ്പം നല്ല തോരനും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കാച്ചി എടുത്തിട്ടുള്ള നമ്മുടെ മെഴുക്ക് വരട്ടിയും പിന്നെ കൈ കൊണ്ടൊക്കെ ഞെരടി എടുത്തിട്ടുള്ള സാധാരണ ഒരു ചമ്മന്തിയും കൂടിയായപ്പോൾ പ്ലേറ്റിൽ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പിടുത്തം പിടിച്ചാലോ, ഒരു അച്ചാറും കൂടി ഇട്ടിട്ട്. നേരൊക്കെ പരപരാ വെളുത്ത് മഞ്ഞൊക്കെ നീങ്ങിയപ്പോ ഞാൻ പതുക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ട്ടോ. എന്തിനാന്നറിയോ? അടിച്ചു വരാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് വളപ്രയോഗത്തിന് വേണ്ടിയിട്ടും. നമ്മുടെ ഇവിടെ അടീനിയത്തുമ്മെ ഒരു റൗണ്ട് പൂവുണ്ടായി കഴിഞ്ഞു. അടുത്ത റൗണ്ട് പൂവുണ്ടാവണമെങ്കിൽ നമ്മൾ വളം കൊടുക്കണം. അപ്പൊ ഞാൻ പൊതുവെ ജൈവവളങ്ങൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇവിടെ നമ്മുടെ വാഴയ്ക്കും അതുപോലെ തന്നെ ബാക്കി പച്ചക്കറികൾക്കൊക്കെ ഭാഗ്യനും ചേട്ടന്മാരും കൊടുക്കുന്ന വളങ്ങൾ കുറച്ച് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരും, നമ്മുടെ ചെടികൾക്ക് ഒഴിക്കും. അങ്ങനെയാണ് പതിവ് കേട്ടോ. ഇപ്രാവശ്യം വാഴയും അതുപോലെ തന്നെ ബാക്കി പച്ചക്കറികളൊന്നും അവർ നടാത്ത കാരണം കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിന് വളം കലക്കി ഒഴിക്കേണ്ട ആവശ്യകത വന്നപ്പോൾ ഞാൻ നമ്മുടെ NPK ഉണ്ടല്ലോ 19-19-19 അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ആദ്യം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്നത്. ഇത് 3 ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത് ട്ടോ. പിന്നെ നമ്മൾ സ്ലറി ഒഴിക്കും. അതായത് തേക്കിൻ പിണ്ണാക്ക്, എന്റെ ദൈവമേ, കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ ചാണകവും കൂടെ പുളിപ്പിച്ചിട്ട് അത് 3 ദിവസം കഴിയുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് ട്ടോ. അപ്പൊ ആദ്യത്തെ തവണ നമ്മുടെ ഈ അടീനിയത്തിന് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ബൊഗൈൻവില്ലയ്ക്ക് ചെയ്യാനുണ്ട്. പിന്നെ പുതിയ കുറച്ച് ചെടികൾ നമ്മൾ ഇന്ന് നടാനും മേടിക്കാനും വേണ്ടി പോകുന്നുണ്ട്. അതിനും ചെയ്യാനുണ്ട്. ഇത് നമ്മളങ്ങനെ അളവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്നൊക്കെയാണ് അളവ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഒരു കൈവഴക്കമുണ്ടെന്നൊക്കെ പറയില്ലേ, അത് കാരണം കൊണ്ട് എനിക്കറിയാം ട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കറുപ്പ വലിയ തൊട്ടി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഫുള്ള് വെള്ളം എടുക്കും. എന്നിട്ട് ഒരു കൈപ്പിടിയോളം നമ്മുടെ ഈ NPK പിങ്ക് കളറിലാണ് ഇരിക്കുക, അതങ്ങോട്ട് കലക്കി കൊടുക്കും. എന്നിട്ട് എല്ലാ ചെടിക്കും ഒരു ദിവസത്തെ വെള്ളം ഒഴിക്കുന്നത് നിർത്തി വെച്ചിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 2 ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടീനിയത്തിന് അത്ര അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഇവിടെ അടീന നിൽക്കുന്നത് കൊടുവെയിലത്താണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും വരണ്ട് ഉണങ്ങി ഒരു പരുവായിട്ടുണ്ടാവും. അങ്ങനെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ കാണുന്ന പുല്ല് ആർട്ടിഫിഷ്യൽ ആക്കണമെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പച്ചപ്പ് കാണും. പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഉണങ്ങിപ്പോവും. എത്ര വെള്ളം തെളിച്ചാലും ചില സമയങ്ങളിൽ അതിങ്ങനെ ഉണങ്ങിയും പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കും. എനിക്കാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ പച്ചപ്പ് കാണുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഭാഗ്യം പറഞ്ഞു, മോനെ എന്നാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച്
കാബേജൊക്കെ നടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് മണ്ണുത്തി വരെ ഒന്ന് സന്ദർശിക്കാന്ന് പറഞ്ഞ ആളെ എന്നെ ഇരുത്തിയിട്ട് ഇതാ പോകുന്നത് മണ്ണുത്തിയിലേക്കാണ് ട്ടോ. മണ്ണുത്തിക്ക് പോകുമ്പോ ഭാഗ്യം എന്നെയും കൂടെ കൂട്ടും. ചെടികളൊക്കെ മേടിക്കും, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നല്ല ഒരു സീസണായ കാരണം കൊണ്ട് മണ്ണുത്തികളില് എല്ലാ നഴ്സറികളിലും ധാരാളം പൂക്കളും ബൊഗെയിൻവില്ലയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ട്ടോ എന്നെ കൂട്ടുന്നത്. ഇന്ന് സ്കൂളിൽ പോകുന്ന അല്ല സ്കൂളിൽ നിന്ന് പോന്ന ശ്രീകുട്ടനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോണത്. ഒരു കല്ലെടുത്ത് വെക്കും. അവര് പൊന്തിയില്ല. മണ്ണുത്തി സർവകലാശാലയുടെ അടുത്ത് തൈകളും വിത്തുകളും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. സർക്കാരിന്റെ തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് 2 രൂപ 3 രൂപ ഒക്കെ നിരക്കിൽ ചെടികളും തൈകളും ഒക്കെ കിട്ടും ട്ടോ. 5 മണിയാകുമ്പോഴേക്കും അവിടെ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടുന്ന സീനാണ് ഈ കാണുന്നത്. ദേ കണ്ടോ, ഇത് അവരെ ഗ്രീൻ ഹൗസിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള കുറച്ച് സസ്യങ്ങളും ചെടികളും വിത്തുകളും ഒക്കെയാണ്. ഇത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാണ് അത്ര, വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതുമ്മ ചെടികളും അല്ല, ഇതുമ്മേ എല്ലാ തരത്തിലുള്ള സാധാരണ ചെടികൾ തന്നെയാണ്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും നല്ല കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ വളർത്തിയെടുക്കുന്നതാണ് കേട്ടോ അവിടുത്തെ സർവകലാശാല. അവിടെ ധന്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊടുക്കാനല്ല ശ്രീന്ന് മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ചാനലൊക്കെ കാണുന്ന ആളാണെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിനെ കൺവിൻസ് ചെയ്തിട്ടാണ് ചേച്ചി അതൊക്കെ എനിക്ക് തന്നത് കേട്ടോ. നമ്മൾ കേബേജ് വിത്തുകൾ 2 രൂപയ്ക്ക് കുറച്ച് അധികം മേടിച്ചായിരുന്നു. എപ്പോഴും ഭാഗ്യം പറയാറുണ്ട് എൻ്റെ അടുത്ത്. രണ്ടല സസ്യങ്ങൾ മണ്ണിൽ നടുന്നതാണ് ചെടിക്ക് ആരോഗ്യത്തിന് നല്ലത്. നമുക്ക് വേണ്ട രീതിയിൽ അവരെ നമ്മുടെ മണ്ണിനോട് യോജിപ്പിച്ചെടുക്കാമെന്ന്. പക്ഷേ ഈ ഒരു കാണുന്ന മുളകുണ്ടല്ലോ, നമ്മൾ 40 രൂപ കൊടുത്ത് വലിയ തൈകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഇല വന്നിട്ടുള്ള തൈകൾ, ചെറിയതായിട്ട് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന തൈകൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന മുളകും തൈകളാണ് നമ്മുടെ എന്നും സ്ഥിരം മേടിക്കാറുള്ളായിരുന്ന ശ്രീജേച്ചിയുടെ കടയിൽ നിന്ന് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് നാൾ മണ്ണിൽ വെട്ടപ്പോഴേക്കും എനിക്ക് നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് അച്ഛൻ വരുമ്പോഴേക്കും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ചെടിപ്പടിയിലേക്ക് ഇറങ്ങിയാലോ എന്ന്. അങ്ങനെ ഇളയമേരെ എടുത്തു പോയിട്ട് കുറച്ചധികം ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇളമയ്ക്ക് ഉണ്ണിയുള്ള കാരണം കൊണ്ട് ചെടി നോക്കാൻ പറ്റണില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പരാതിയൊന്നും അല്ല കേട്ടോ, കുഞ്ഞൂട്ട വന്ന കാരണം കൊണ്ട് അവന്റെ പിന്നാലെയാണ് എപ്പോഴും ഇളയമ്മ. ഇപ്പോൾ ജഗത് എന്നാണ് അവന്റെ പേര് കേട്ടോ, ഞങ്ങൾ ജഗ്ഗു എന്നാണ് വിളിക്കുക. ഞാൻ കാണിച്ചു തരാം, പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ ഇളയമ്മ കുറെ മുളകൊക്കെ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നടുമുള ഇത് നമ്മുടെ മുളകും തോട്ടാക്കി എടുക്കാൻ നമ്മുടെ വീടിന്റെ ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാണുന്ന മുളകുണ്ടല്ലോ, അത് 2 എണ്ണം ഉള്ളൂ കേട്ടോ. പക്ഷെ എന്ത് വലുപ്പമായിരുന്നു എന്ന് കണ്ടോ. ഇളയമ്മ എന്ത് നട്ടാലും ഉണ്ടാവും. അതിപ്പോ പാറപ്പുറം ആയാലും ഉണ്ടാവുന്നേ. ഞാൻ എന്നിട്ട് ഇളയമ്മയെ കൊണ്ട് ചില ചെടികളൊക്കെ നടിയിപ്പിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് റീപ്ലാന്റ് ചെയ്യാറുണ്ട്. പോട്ടിൽ നട്ട് തരും ഇളയമ്മ. എന്നിട്ട് ഞാൻ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് മണ്ണിൽ വയ്ക്കും. അങ്ങനെ ഇളയമ്മ കുറച്ച് മുളകുകൾ തന്നായിരുന്നു എനിക്ക്. ഇളയമ്മയുടെ അടുത്ത് കുറച്ച് വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പാവിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, വയലറ്റ് മുളക് പഴുക്കുമ്പോ ഇതാ ചോപ്പയാവണു ഉണ്ടാലേ. അങ്ങനെ നമുക്ക് കുറച്ചധികം ചെടികളൊന്ന് മാറ്റി നടാനുണ്ടായിരുന്നു കേട്ടോ. മണ്ണുത്തിയെ പോയപ്പോൾ ഞാൻ കുറച്ചധികം ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴേ ഈ സമയമായിട്ടുണ്ടായിരുന്നു. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ നഴ്സറികളും അവിടെ അടക്കി. അപ്പോൾ നമ്മൾ വേഗം തന്നെ, പരിചയമുള്ള കാരണം കൊണ്ടാണ് ചേട്ടന്മാരെ എടുക്കാൻ തന്നെ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ ആ കട അടയ്ക്കണ നേരത്തെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ നേരത്തെ ചെല്ലുമ്പോഴേ നോക്കിയെടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. എപ്പോഴും മണ്ണുത്തി പോകുമ്പോൾ ഒരു 2 മണി തൊട്ടുള്ള സമയത്ത് ഒരു 5 മണി വരെയുള്ള സമയമാണ് നല്ലത്. വെയിലും ഉണ്ടാവില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ നഴ്സറികളിലും കയറി ഇറങ്ങി വിലയൊക്കെ കമ്പയർ ചെയ്ത് മേടിക്കാനും പറ്റും. നിങ്ങൾ ഏത് നഴ്സറിന്നാ ശ്രീ മേടിക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ മാടക്കത്തറയ്ക്ക് പോകുന്ന എല്ലാ നഴ്സറികളിലും ഞാൻ കയറും. അവിടെ എല്ലാം അവിടേക്ക് പരിചയക്കാരുണ്ട്, ഇങ്ങനെ എന്തെന്ന് ചെടികൾ മേടിച്ച്. അപ്പോൾ അവിടെയൊക്കെ കയറി നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് ഗാർഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോൾസെയിലായിട്ടാണ് സാധനങ്ങൾ കൊടുക്കാറുള്ളത്. അത് കാരണം കൊണ്ട് എനിക്കതിനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനുള്ള ഗാർഡനും നഴ്സറികളൊന്നും ഇല്ല. അപ്പോൾ തൈ മേടിക്കാൻ ഒരു നഴ്സറിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ചെടികൾ മേടിക്കാൻ വേറെ നഴ്സറി പോവും, ബൊഗെയിൻവില്ല മേടിക്കാൻ വേറെ നഴ്സറി പോവും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കുറേ നാൾ പോയി വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എവിടെ നിന്നാണ് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒതുക്കിയും വൃത്തിയാക്കിയും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ ഭംഗിയല്ലേ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടി ഏതാ ശ്രീ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. അത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് വെട്ടി നിർത്തും. ഞാനല്ല, അമ്മയാണ് വന്ന് വെട്ടി നിർത്താറുള്ളത്. എനിക്ക് ചെടി വെട്ടാനായിട്ട് കൈ ചെറുതായിട്ടൊന്ന് വിറയ്ക്കാറുണ്ട്. അത് കാരണം അമ്മ വന്ന് എല്ലാ ചെടികളെയും പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഗീതേച്ചിയുടെ കയ്യിൽ നിന്ന് 250 രൂപ കൊടുത്ത് നല്ല ഉണക്ക ചാണകം ഞാൻ മേടിച്ചുകൊണ്ട് വന്നു.
തോന്നും. എനിക്ക് ഈ ഭൂമിയിലെ ഏറ്റവും അറപ്പുള്ള സാധനം ചാണകമാണ് കേട്ടോ. പക്ഷെ അത് ചെടിക്ക് ഇടേണ്ട കാര്യം വരുമ്പോൾ അറപ്പ് തോന്നില്ലടാ. അതെന്താ അങ്ങനെ? സബ് കോൺഷ്യസ് മൈൻഡിന്റെ ചില കളികളാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഇത് ഉണങ്ങിയ ചാണകത്തിൽ തൊടാൻ എനിക്ക് ഇങ്ങനെ എന്താ പറയുക വൈക്കോലിൽ തൊടുന്ന ഒരു ഫീലാണ് വരാറുള്ളത്. അതിൽ നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്യും. ഇപ്പം ഇന്ന് അത് മാത്രമേ ചെയ്യണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുറച്ച് സൂഡോമോണാസ് ഒക്കെ ആഡ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലത് വെറുതെ മണ്ണും ചാണകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മണൽ വേണ്ടടുത്ത് മണലിടും. മണൽ ചില ചെടികൾക്ക് പറ്റില്ല. കാരണം ഒട്ടും വെള്ളം നിൽക്കാണ്ട് വരുമ്പോൾ ചില ചെടികൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. എന്നാൽ നമ്മുടെ അഡീനിയം പോലെയുള്ള ചെടികൾക്ക് മണലാണ് നല്ലത്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ചെടികൾ. ഈ വിങ്ക ഞാൻ കുറേ വട്ടമായി കൊണ്ടുപോയിക്കണു. പക്ഷെ ഇതങ്ങോട്ട് സെറ്റ് ആവണില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. ഒരാഴ്ച മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. കുറെ നാളായിട്ട് നിങ്ങൾ പരാതി പറയുന്നുണ്ട് ശ്രീയുടെ ലോങ് വീഡിയോ കാണുന്നില്ല എന്ന്. ലോങ് വീഡിയോ കാളും കൂടുതൽ റീച്ച് കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ ഷോർട്സിനായ കാരണം കൊണ്ടും ഉണ്ടാക്കാൻ എളുപ്പം ഷോർട്സ് ആയ കാരണം കൊണ്ടായിരിക്കും. ഞാൻ മാക്സിമം കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്തായാലും ലോങ് വീഡിയോ കൂടെ ആണെന്നുള്ള കാര്യം എനിക്കും അറിയാം കേട്ടോ. നിങ്ങൾക്ക് എന്നെ വീട്ടിലത്തെ ഒരാളുടെ പോലെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരിൽ നിങ്ങളെ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കലോത്സവം നടന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ശ്രീകുട്ടനെ സ്കേറ്റിംഗ് ക്ലാസ്സിലാക്കിയിട്ട് ആ കലോത്സവ വേദിയിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടാണ് അയ്യോ ശ്രീയല്ലേ എന്ന് ചോദിച്ചത്. എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ പോലെയായിരുന്നു നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ. ഞാൻ ഇത്രയും അറിയപ്പെടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം കേട്ടോ. സത്യങ്ങൾ തുറന്നു പറയാൻ നമ്മൾ എന്തിനു പിടിക്കണം? അഹങ്കാരാണെന്നൊക്കെ തോന്നുമെങ്കിലും അത് അഹങ്കാരമല്ല, നമുക്ക് നമ്മളോടുള്ള ഒരു അഭിമാനമാണ്. അങ്ങനെ നമ്മൾ വെങ്ക മേടിച്ചിട്ടുണ്ട്. വെങ്ക നമുക്ക് ഇനി ഓരോരോ ചെടികളായിട്ട് നട്ടു കൊടുക്കാം. 15 രൂപയുള്ളൂ. ആദ്യം നട്ട വിങ്കയ്ക്ക് 30 രൂപയുണ്ട് കേട്ടോ. നിർത്താണ്ട് ഇങ്ങനെ പറയണ്ടേ, ഇതൊരു കഴിവ് തന്നെയല്ലേ. കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ പിന്നാലെ പിന്നാലെ കഥകൾ വന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഓർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എന്തായാലും വിങ്ക നമുക്ക് മൊത്തത്തിലൊന്ന് നട്ടു കൊടുക്കാം. ഈ ചെടി നമ്മൾ നടുന്നത് നമ്മുടെ ആദ്യം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന ചൈനീസ് ബാൽസത്തിൻ്റെ പോട്ടലാണ്. ചൈനീസ് ബാലസും ഇപ്രാവശ്യം എൻ്റെ അട്ടർ ഫ്ലോപ്പായിരുന്നു. അതുണ്ടായില്ല. വെയിലത്ത് വെച്ചതുകൊണ്ടാണെന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മാറ്റി നട്ട് നോക്കാം. എന്തായാലും നമുക്കിതിൽ ഇനി വിങ്ക വയ്ക്കാം. വിങ്ക എന്തായാലും നന്നായിട്ട് പൂക്കളുണ്ടാവും. വിങ്ക പിടിച്ച് കിട്ടാറുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന കലാത്തിയ മൊത്തം പറിച്ച് അവിടെ മുളകും തൈയോ തക്കാളി തൈകളോ വെക്കാനുള്ള ഒരു പ്ലാനിലാണ്. കാരണം അതിങ്ങനെ കാട് പോലെ പടർന്ന് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് പോയി തുടങ്ങി വാഴല പോലെ. അതെനിക്കവിടെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ആ വളർച്ച. ഞാനിങ്ങനെ ചെറുതായിട്ട് ഡോർഫായിട്ട് നിൽക്കുന്ന കലാത്തിയ ആണെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണേ. അപ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ആവാത്ത രീതിയിൽ വന്നു. പിന്നെ ഇളയമ്മ എനിക്ക് കുറച്ച് ചൈനീസ് ബാൽസങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ചൈനീസ് ബാൽസം നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ തണുപ്പായ കാരണം കൊണ്ട് പിടിക്കുന്ന ഒരു ചെടിയാണ്. അതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ലെറിയും ഈ NPK ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇളയമ്മയ്ക്ക് അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരമുണ്ട്. അപ്പോൾ ഇളയമ്മയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കുത്തിമാതി നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് ഇളയമ്മയുടെ അടുത്ത് ധാരാളം പൂക്കളും ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാനിവിടെ പൊട്ടിച്ചുകൊണ്ട് വയ്ക്കാറുള്ളത്. ചിലവർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ചില ചെടികൾ ശരിയാവാറുണ്ട്, ചില ചെടികൾ ശരിയാവില്ല. അപ്പോൾ എന്തായാലും മുളക് തൈ അടക്കം ഇന്ന് നടണം എന്നാണ് വിചാരിക്കുന്നത്. ഇളയമ്മ തന്ന വിത്തിൻ്റെ ഇത് ഇളയമ്മ എനിക്ക് തന്ന പെറ്റൂണിയാണ് കേട്ടാ. പക്ഷെ പെറ്റൂണിയെ കാണിക്കാനല്ല ഞാനിത് എടുത്തേ, ഇത് ഈ മുളക് കാണിക്കാനാടാ. കണ്ട, എനിക്കൊന്ന് 100 ഗ്രാം ഉണ്ടാവും തോന്നുന്നു ഈ ഒരു 3 മുളക്. ഇത് ഞാൻ പാവാനായിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കും ശ്രീ ചേച്ചി ഞങ്ങൾക്ക് അയച്ചായോ, ഒരു നിവർത്തിയിലിടാൻ എൻ്റെ ആകെ 3 ഉള്ളൂ. ഇതിന് വിത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷുവറായിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ മുളക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൈൻഡ് ഓഫ് വയലറ്റ് ആണ്, ചോക്കും പഴുക്കുമ്പോൾ. പിന്നെ ഇത് വെള്ള, ഇത് നമ്മുടെ വീട്ടിലുണ്ട്. എനിക്ക് മുളക് ഭയങ്കര ഒബ്സഷനാണ് കേട്ടോ. ഞാൻ കുറേ മുളക് നടും. ഞാൻ കാലത്ത് കാണിച്ചെന്നില്ല അവിടെ വെള്ളമുളക് 6 തൈ ഉണ്ടായി നിൽക്കുന്നത്. അത് കുരുടിച്ചപ്പോൾ ടെൻഷനായി. അപ്പോഴാണ് അച്ഛൻ എനിക്കത് ഇങ്ങനെ ആക്കി തന്നത്. പിന്നെ ഞാൻ വേറെ മുളക് വിചാരിക്കും ഇതെന്താ മുളക് ശ്രീ ഒന്ന്, മുളക് ശ്രീ. ഇത് വേണ്ട, ഇതെന്താണെന്നറിയോടാ, വയലറ്റ് മുളക്. ഉണ്ടാ ഈ വയലറ്റ് മുളക് ഞാൻ എല്ലാ പ്രാവശ്യവും നിലത്താണ് വയ്ക്കാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ വലിയ ചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇളയമ്മ അവിടെ ആ ചട്ടിയിൽ നട്ടുകൊണ്ടില്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഇതിനൊന്ന് ചട്ടിയിലാക്കാനുള്ള ഒരു പ്ലാനിലാണ്. നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കണമെങ്കിൽ ജലദോഷം. ഇതിനൊക്കെ ഞാൻ ഇവിടെ നിരത്തിയും കിട്ടാതെ. നമുക്ക് പച്ചക്കറി കടയാണെങ്കിലും പച്ചക്കറികൾ ധാരാളം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് പച്ചക്കറികളും വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും മിക്കതും ഒന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 2 നേരത്തെ കൂട്ടാൻ വെക്കാനുള്ള സംഭവങ്ങൾ കിട്ടാറുണ്ട്. വഴുതനങ്ങ, വെണ്ടക്കായ, തക്കാളി, ചേമ്പ്, ചേന, കായ, അങ്ങനെയെല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്തും ചുറ്റുമായിട്ട് അയൽപ്പക്കം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഡെൽസി ആൻറ്റി ഇളയമൊക്കെയുള്ള കാരണം കൊണ്ട് കൈമാറി കിട്ടാറുമുണ്ട് കേട്ടോ. പക്ഷേ ഈ മുളകും തൈയോടെ എനിക്ക് പ്രത്യേക സ്നേഹമാണെടാ. ഞാൻ എന്താണെന്നറിയില്ല, ഏത് തരത്തിലുള്ള മുളകും തൈകൾ വെച്ചാലും എനിക്കത് അങ്ങോട്ട് മതി വരാത്ത പോലെയാണ് തോന്നാറുള്ളത്. ഇപ്പം ഇളയമയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ആ വയലറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ
മണ്ണുത്തി പോയപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു തൈക്ക് കേട്ടോ. അവിടെ ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. ശ്രീജേച്ചിയുടെ ആ ഒരു കടയുണ്ടല്ലോ, ആ സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിലുള്ളത്, അവിടെ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മണ്ണ് മുഴുവനായിട്ട് കളഞ്ഞു വെക്കണം എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞാൻ പലപ്പോഴും മുഴുവനായിട്ട് കളഞ്ഞു വെക്കുമ്പോൾ ആ ചെടി വാടി പോവാറുണ്ട്. അപ്പൊ ഞാൻ പകുതി മണ്ണ് കളഞ്ഞ് വേര് പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ മണ്ണ് ഇളക്കി കളഞ്ഞിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. ഇതും ആ ഒരു മണ്ണും അതുപോലെ തന്നെ ചാണകവും മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത്. ഒരു 3 കട നമ്മൾ വയലറ്റ് മുളക്, ഉണ്ടമുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുമ്മ പൂക്കൾ വരുകയും ചെയ്തു കേട്ടോ. 3-4 ദിവസം കൊണ്ട് പുതിയ ഇലകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ മണ്ണിനോട് അലിഞ്ഞ് ചേർന്നു എന്ന്. ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളത്, എനിക്ക് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം കെട്ടി തന്നിട്ടുള്ള ഒരു ടാർപ്പായ വിരിച്ചൊരു സ്ഥലം ഉണ്ട് കേട്ടോ. ടാർപോളി എന്ന് പറയില്ലേ, നമ്മുടെ അവിടെ അത് ടാർപ്പായ, അതിന്റെ അടിയിലാണ്. അത് കാരണം കൊണ്ട് എല്ലാ ചെടികളും ആ വെയിലത്ത് വെച്ചിട്ട് കരിച്ച് കളയുന്നതിന് പകരം തണലത്ത് വെച്ച് അതിനെ മണ്ണിനോട് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് കൂടി ചേർത്തിട്ടാണ് ഞാൻ പിന്നെ അതിനെ വെയിലത്തേക്ക് മാറ്റുന്നത്. ഇതൊക്കെ ഇപ്പൊ വെയിലത്ത് വെക്കാറായിട്ടുണ്ട് കേട്ടോ. മാലിമുളകാണ് അച്ഛൻ അവിടെ തട്ടിക്കൂട്ടി വളർട്ട മുളക് നിങ്ങൾ കണ്ടത്. അച്ഛൻ പോവാറായിട്ടോ. അപ്പോഴാണ് നല്ല ചക്കയുടെ മണം വരുന്നത്. ഈ ചക്കയ്ക്ക് നല്ല മണമാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി അച്ഛൻ ഇതിന്റെ പകുതി മണ്ണമ്പട്ടയ്ക്ക് കൊണ്ടുപോയി, പകുതിയാണ് നമ്മളിവിടെ വെച്ചത്. ചില ചക്കകൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറുത്തിരിക്കും ഇതിനുള്ളിൽ, ഇങ്ങനെ കുത്തായിട്ട്. ഇത് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കയായിരുന്നു. എൻ്റെ മക്കളെ ഇങ്ങനെ പഞ്ചസാരയിലൊക്കെ മുക്കി കഴിക്കില്ലടാ, ആ ഒരു ടേസ്റ്റാണ് ഈ ചക്കയ്ക്ക്. അത് കാരണം എനിക്കിത് അങ്ങോട്ട് എനിക്കങ്ങനെ മധുരം വലിയ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഡയറ്റിലായ കാരണം കൊണ്ട് ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ഒഴിവാക്കി. എന്നാലും ഇതിങ്ങനെ കഴിക്കാനുള്ളൊരു ടെംപ്ടേഷൻ വരുന്നുണ്ടായിരുന്നു, കാരണം ആ ചക്കര മണം കാരണം കൊണ്ട്. അത്രയും നല്ല മണമാണ് കേട്ടോ. അച്ഛന് കൊണ്ടുപോകാനുള്ള ഭാഗം അച്ഛൻ വണ്ടിയുടെ ഉള്ളിലാക്കിയപ്പോഴാണ് ചേട്ടന്മാരവിടെ കൊണ്ടുവന്ന കേബേജ് തൈ നടുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെട്ടുമല്ലിയൊക്കെ നട്ടൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇപ്പൊ വീണ്ടും നമ്മുടെ JCB ഒക്കെ വന്നിട്ട് ഇതുപോലെ കളച്ച് മാന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കേബേജ് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാഗ്യന് ഇങ്ങനെ കേബേജ് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആക്ച്വലി കേബേജ് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കടയിലൊക്കെ വളരെ നിസ്സാര വിലക്ക് ഇതൊരു എന്താ പറയാ, പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിലുള്ള കൃഷിയല്ല. ഭംഗിക്ക് നമ്മൾ മനസ്സിന് കുളിർമ തരുന്ന കൃഷി എന്നൊക്കെ പറയില്ലേ, അതാണ് കേബേജ് കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ 2 പേര് ഇതേ വന്ന് കേബേജ് നടുന്നുണ്ട്. ഇത് മുകളിൽ വെറുതെ ഇങ്ങനെ മണ്ണടിയിലേക്ക് പോകാൻ പാകത്തിന് ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് മണ്ണ് തട്ടിയിട്ട് വളമിട്ട് കൊടുക്കുമ്പോൾ കേബേജിന്റെ വേര് മൊത്തം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാക്കി എടുക്കും. കൃഷിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതൊരു കലയാണ് കൃഷി എന്ന് പറയുന്നത്. വേണ്ട രീതിയിൽ എപ്പോൾ വളങ്ങൾ കൊടുക്കണം, എങ്ങനെ നടണം എന്നുള്ളതൊക്കെ അറിഞ്ഞ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയില്ലേ. അതിപ്പോ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ അവിടെ കുഴൽക്കിണർ കുത്തുന്ന തിരക്കിലാണ്. അത് കാരണമാണ് ഭാഗ്യനെ നിങ്ങൾ കാണാത്തത്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ വലിയൊരു പാറയൊക്കെ നിൽക്കുന്ന ഒരു പറമ്പ് പുതിയത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ റബ്ബറും തൈയൊക്കെ വെക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. എന്തായാലും കുഴൽക്കിണർ കുത്തി വെള്ളം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴൽക്കിണർ കുത്തുന്നത് ഒരു എന്താ പറയാ, ഒരു മലയിടുക്കിലാണ്, നിറച്ച് പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ്. അവിടുന്ന് വെള്ളം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷമായി. ഇതിങ്ങനെ കയറി പോണ ആ പറമ്പിലേക്ക് കേട്ടോ. സ്റ്റെപ്പായിട്ടാണ് തിരിച്ചിരിക്കണം. എന്തായാലും വെള്ളം കണ്ടപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാലോ. ഭയങ്കര ശബ്ദമാണ്, അത് കാരണം കൊണ്ടാണ് ഞാനത് കുറച്ചിട്ട് നോക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജാതി തൈകളും കൂടി ഭാഗ്യം മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, ഞാൻ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നാളെ ശ്രീകുട്ടന് ടൂറ് പോകണം, അതായത് നമ്മുടെ എക്സ്കർഷന് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫഹദിലേക്ക് ഒന്ന് പോയിട്ട് വരാം, അൽത്തുകൂലത്ത് സംഭവങ്ങൾ മേടിക്കാൻ. ഇതാണ് ബ്രൈഡൽ ബുക്ക. നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ ചേച്ചി ഇത് എന്ത് ചെടിയാണ്, ഇത് എന്ത് ചെടി, ഇത് എന്ത് ചെടിയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഹണി റോസ് ഉണ്ട്, അതായത് നമ്മുടെ ഭാഗ്യം പേരിട്ട ഹണി റോസ് ഉണ്ട്. ഇത് മൊത്തം പൂക്കളില്ല, കൊഴിഞ്ഞു പോയി. ഇതിലാകെ കാഭാഗമുള്ളൂ. അങ്ങനെ നമ്മുടെ രമേശ് ചേട്ടനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഫഹദിലേക്ക് പോവാണ്. ഫഹദിലാവുമ്പോൾ കുറേ അധികം വെറൈറ്റി ബേക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഇത്രയും വലിയ കടകളൊന്നും ഇല്ല. നമുക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ പൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമ്മുടെ അവിടെ, വരന്തരപ്പള്ളി വേലുപ്പാടൊക്കെ അടുത്ത്. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ കുറേ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ കാണും. അപ്പോൾ ശ്രീകുട്ടന് ആവശ്യമുള്ളത് ശ്രീകുട്ടൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ എക്സ്കർഷന് പോകാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ടൂർ പോകാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചിരി ശ്രീകുട്ടൻ്റെ മുഖത്ത് കാണാൻ പറ്റും. എനിക്ക് ചെറിയ ടെൻഷൻ ഇല്ലായിരിക്കില്ല കേട്ടോ.
ഇവർ ഈ കുട്ടികളെ കൂടി ടീച്ചർമാരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുത്തനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടാറില്ല. പിന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ എടുത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. നിങ്ങൾ എപ്പോഴാണ് എക്സ്കർഷന് പോയിട്ടുള്ളത്? ഈ 10ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ ഇടയിൽ, അല്ല പ്ലസ് 2 വരെ പഠിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ആകെ 1 വട്ടാണ് ടൂർ വന്നിട്ടുള്ളത്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ടൂർ വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിലേക്കായിരുന്നു. അത് വലിയൊരു ട്രാജഡി ഒക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് എന്നെ പണ്ട് തൊട്ടേ വീട്ടുകാർക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവരെന്നെ ടൂറൊന്നും വിടാറില്ല. എൻ്റെ കാര്യത്തിൽ അവർ ഒട്ടും ബോധേഡ് അല്ലായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ 2026 മുതലാണ് കേട്ടോ ഞാൻ അതിന് പഠിച്ചു തന്നെ. അതായത് ചുറ്റുമുള്ളവരെ കുറിച്ചൊന്നും വലിയ കാര്യമായി ബോധേഡ് ആവാതെ പ്രയോറിറ്റി നമുക്ക് കൊടുക്കാന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ നമ്മൾ ഇരിക്കലേ ശ്രീകുട്ടന്റെ യൂണിഫോം വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ കാര്യമില്ല, കൈകൊണ്ട് കഴുകണം എന്നുള്ള കാര്യം ഓർമ്മ വെച്ച് നമ്മൾ ഓടി അലക്കലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് കയ്യിൽ അലക്കും, നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകി അലക്കിയിട്ട് നമ്മൾ പിന്നെ വാഷിംഗ് മെഷീനിൽ 2-3 തവണ ഇട്ട് കഴുകുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ അഴുക്കിന് കീറല്ല വേണ്ട. അമ്മേനെ വല്ല പുലി കൊണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കണത് നമ്മുടെ ശ്രീകുട്ട കേട്ടോ. ആളിങ്ങനെ പുറത്ത് വന്ന് നിൽക്കും. ഞാൻ എന്തെങ്കിലും പുറത്തെ പണികൾക്ക് വൈകുന്നേരം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ചെടി നനയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആളെൻ്റെ കൂടെ വന്ന് നിൽക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കേട്ടോ, കുട്ടിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നു തുടങ്ങിയെന്ന്. ഇതുമ്മേ ഒരുപാട് നേരം പണിയേണ്ട ആവശ്യമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുട്ബോളൊക്കെ കളിച്ച് നന്നായിട്ട് അഴുക്കാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. പുറത്താരെങ്കിലും ഇറങ്ങണ നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണ നേരത്ത് ഒരാൾ കൂട്ടുണ്ടാവുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടൂല്ലേ. അങ്ങനെ അത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോഴേക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാഗിലാക്കാം കേട്ടോ. ഹലോ ഗ്യാസ്, കൊന്നു സാധനങ്ങൾ പോകുമ്പോൾ വാങ്ങാൻ വെച്ചിട്ട് പിന്നെ പുതിയൊരു അത്തർ വാങ്ങി ഞാൻ. ഇതാണ് അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പോണ പടക്കളം. പട്ടക്കള്ളം തന്നെ. കുറുക്കുക. എനിക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ആ രീതിയിൽ വാർത്തെടുത്ത കാരണം കൊണ്ടും അവർ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കരുതെന്ന് വിചാരിച്ച് നമ്മളെ വാർത്തെടുത്ത കാരണം കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അതെന്നെ സംഭവം. അതായത് നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ എനിക്ക് പറ്റുന്നത്. 4 പേരാണ് എൻ്റെ ഫ്രണ്ട്സ്. 3 പേരുണ്ട്. 4 പേരിൽ നിന്ന് കൂട്ടുകാരുടെ പേര് പറഞ്ഞു കൊടുക്കുക. സ്വാതിക്ക് ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ആട്ടാ. സ്വാതിക്ക്, ഗൗതം, ധനഞ്ജയ്, ശിവ, ഞാൻ 5 പേര്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നൈനീഷ് ക്ലാസ്സാ. അവരൊന്നും കാണില്ല, അവര് വേറെ ബസ്സിലായിരിക്കും. അവരെ പേര് പറയേ, അല്ലെങ്കിൽ അവർക്ക് വിഷമം. നൈനീഷ്, സ്വാതിക്ക്, ഗൗതം, ഗൗതം സീനിയുണ്ട്, ഗൗതം കൃഷ്ണയുണ്ട്. പിന്നീട് വേറെ എന്റെ ക്ലാസ്സിൽ വേറെ ഗൗതം ഉണ്ട്. പിന്നെ വേറെ ഗൗതം ഉണ്ട്, പിന്നെ ശിവകാർത്തിക് ഉണ്ട്, പിന്നെ അഭിനന്ദ ഉണ്ട്. കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക്. അവർക്ക് എത്രയൊക്കെ ഇതിനെ കൊണ്ടുപോകണല്ലോ കേട്ടോ. പിന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുക. കാരണം ഇവര് സ്കൂൾ വെജിറ്റേറിയൻ ആണ്, ഓൺലി വെജിറ്റേറിയൻ. പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി പൊടി കലക്കി ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുണ്ട് വെള്ളത്തിൽ. എന്തായാലും അവരുടെ ബാല്യത്തിൽ എന്തൊക്കെ നടക്കാതെ പോയോ അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത അച്ഛനമ്മമാർക്കും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പറ്റാതെ പോയോ അതൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നമുക്കും ഒരു സന്തോഷമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ സജ്ജരാക്കിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ വലിയ കാര്യമല്ലേ. അപ്പം നമുക്ക് എന്തായാലും ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ അഫിലിയേറ്റഡ് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പൊളിച്ചു നോക്കി എൻ്റെ ഒരു ദിവസം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ എനിക്കൊരു കോഴിക്കോട് യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഇട്ട് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. മാത്രമല്ല ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള നമ്മുടെ കാലാവധി കഴിഞ്ഞ് ഇത് യൂസ്ഫുൾ അല്ലാണ്ട് പോവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് തുടങ്ങട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ ദിവസം തുടങ്ങുന്നത് ഇവിടെയാണ്.
വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള തത്രപ്പാട് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിറ്റേ ദിവസം ഓട്ടോയിലാണ് കേട്ടോ ശ്രീകുട്ടനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവന്റെ മുഖത്തെ ആ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര ത്രില്ലഡ് ആണ് ആള്. അപ്പൊ എന്തായാലും നമുക്ക് ശ്രീകുട്ടൻ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം.